അപ്പോൾ ലോവർ കുട്ടനാടിൻ്റെ കാര്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചു. ഇതാ മനീഷ് മഹിപാൽ എത്തിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ നിങ്ങളുടെ സംശയം തീർക്കും. വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കൂ, ഈ സ്ഥലങ്ങൾ മങ്കൊമ്പ്, പുളിങ്കുന്ന്, മുട്ടാർ, മാമ്പുഴക്കരി ഈ പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളത്തിലായിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ആ സ്ഥലങ്ങൾ മങ്കൊമ്പ്, പുളിങ്കുന്ന്, മുട്ടാറ്, മാമ്പുഴക്കരി പ്രദേശങ്ങൾ വെള്ളത്തിലായി. അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ ഗതാഗതം നിലച്ചു. പമ്പാ നദിയിലും പുന്നമടക്കായലിലും ജലനിരപ്പ് ഇപ്പോൾ ഉയരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ ഗതാഗതം നിലച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ നേരത്തെ എന്നോട് സംശയം ചോദിച്ചിരുന്നു, അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. പോകാൻ പറ്റൂല കേട്ടാ, ഇപ്പോൾ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ജലം ഉയർന്നിട്ടുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനാണ് തീരുമാനം. മാടവന, തിരുവമ്പണ്ടൂർ, RK സ്കൂൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി. ചെങ്ങന്നൂർ, പാണ്ടനാട് ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല പാതയിലും ഗതാഗതം നിലച്ചിട്ടുണ്ട്. കുട്ടനാട് മങ്കൊമ്പിൽ നിന്ന് മനീഷ് മഹിപാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മനീഷ്, വെരി ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. ഒരുപാട് പ്രേക്ഷകർ ഇന്ന് കുട്ടനാടിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി യാത്ര പോസിബിൾ ആണോ? ചങ്ങനാശ്ശേരി ആലപ്പുഴ യാത്ര പോസിബിൾ ആണോ? അമ്പലപ്പുഴ തിരുവല്ല യാത്ര പോസിബിൾ ആണോ? മാന്നാർ ചങ്ങനാശ്ശേരി യാത്ര പോസിബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്താണ് മൊത്തത്തിലുള്ള അവസ്ഥ മനീഷ് മഹിപാൽ? ഡോക്ടർ അരുൺകുമാർ, നിലവിൽ റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി കുഴപ്പമില്ല. ആലപ്പുഴ AC റോഡ് വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാം. നിലവിൽ വെള്ളം കയറിയിട്ടില്ല. പുതിയ റോഡാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പക്ഷേ ചെങ്ങന്നൂരിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ വെള്ളമുള്ളതുകൊണ്ട്, MC റോഡിൽ വെള്ളമുള്ളതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അതായത് ആലപ്പുഴയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോകണമെങ്കിൽ ആലപ്പുഴയിൽ നിന്നും മാവേലിക്കര വഴി മാത്രമേ നിലവിൽ പോകാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള 3 മാർഗങ്ങളുണ്ട് റോഡ് മാർഗം പോകാൻ. ആ 3 മാർഗങ്ങളിൽ നിലവിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴിതാ ഇന്നലെ മുതൽ അപ്പർ കുട്ടനാട്ടിലായിരുന്നു വെള്ളമെങ്കിൽ ഇപ്പോഴിതാ ലോവർ കുട്ടനാട്ടിലേക്ക് കൂടി വെള്ളം ഒഴുകിയെത്തിയിരിക്കുകയാണ്. ലോവർ കുട്ടനാട്ടിലെ പ്രധാനമായും ആദ്യം വെള്ളം എത്തുന്ന സ്ഥലം മങ്കൊമ്പാണ്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വീടുകളിലേക്കടക്കം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. മങ്കൊമ്പ്, പുളിങ്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളാണ്. ഇവിടെ നിന്നും അടുത്തതായി വെള്ളം ഒഴുകിയെത്താൻ പോകുന്നത് ലോവർ കുട്ടനാടിന്റെ കുറച്ചുകൂടി കടലിൽ നിന്നും ജലനിരപ്പിൽ നിന്നും, അതായത് സമുദ്ര ജലനിരപ്പിൽ നിന്നും താഴേക്കുള്ള കൈനഗിരി, ചമ്പക്കുളം പോലുള്ള പ്രദേശങ്ങളാണ്. അവിടേക്ക് ജലം ഒഴുകിയെത്താനുള്ള പ്രശ്നം, അവിടെ നിന്നും പെട്ടെന്ന് ജലം ഒഴുകി മാറുകയില്ല എന്നതാണ്. ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴിതാ ഇന്നലെ രാത്രി മുതൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇതിപ്പോൾ കാവാലം, പുളിങ്കുന്ന് പോകുന്ന റോഡാണ്. ഈ റോഡിലേക്കുള്ള ഗതാഗതം നിലച്ചിട്ടുണ്ട്. പക്ഷേ റോഡുകളിൽ വെള്ളം കയറിയാൽ ആദ്യ മണിക്കൂറുകൾ ഒഴുകി പോകേണ്ടതാണ്. അങ്ങനെ ഒഴുകിപ്പോയില്ലെങ്കിൽ ഇവിടെ വീടുകളിലേക്ക് അടക്കം കയറും. ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഇവിടെ ഒരു ചേട്ടൻ പറയും. ചേട്ടാ, ഇനിയിപ്പോഴേ ലോവർ കുട്ടനാട്ട്, അപ്പർ കുട്ടനാട്ടിൽ വെള്ളം വന്നിപ്പോ ലോവർ കുട്ടനാട്ടിൽ വന്നു. ഈ വെള്ളം ഒഴുകി പോകും. അപ്പർ കുട്ടനാട്ടിൽ കുറേശ്ശെ ഇത് ഒഴുകി പോകത്തുള്ളൂ. പെട്ടെന്നൊന്നും ഒഴുകി പോവുകയില്ല. കാരണം വെച്ചാൽ തണ്ണീർമുക്കം ബണ്ടിലിന്റെ അവിടെ ബണ്ടിൽ കൂടെ മാത്രമേ ഈ വെള്ളം പോകാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്ന വെള്ളം, കിഴക്കുന്ന് വരുന്ന വെള്ളം, മാന്നാർ, പത്തനംതിട്ടയിൽ ഉള്ള വെള്ളം ഇടിയുമ്പോഴാണ് ഇവിടെ വെള്ളം കൂടുന്നത്. അവിടുന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം ഇവിടെ ഒരാഴ്ചയെങ്കിലും ഈ വെള്ളം ഇങ്ങനെ കിടക്കാനാണ് സാധ്യത. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഒരാഴ്ച കാലത്തോളവും വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കാലത്തോളം ഇവിടെ വെള്ളം തങ്ങിക്കിടക്കും. ഈ വെള്ളം അതായത് തണ്ണീർമുക്കം ബണ്ട് വഴി മാത്രമേ പോകാൻ മാർഗമുള്ളൂ. പമ്പയിലൂടെ വരുന്ന വെള്ളമാണ് തോട്ടപ്പള്ളി വഴി പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇപ്പൊ പത്തനംതിട്ട വെള്ളം കൂടുതൽ ഒഴുകി എത്തിയാൽ ഇവിടെ വെള്ളം അധികരിച്ച് ഞങ്ങളുടെ വീട് ഇപ്പൊ തന്നെ ഞങ്ങൾ വെള്ളത്തിലാണ്. വീടിനകത്ത് 2.5 ഇഞ്ച് വെള്ളത്തോളം ഉണ്ട്. മുട്ടിന് താഴെ വെള്ളമുണ്ട്. അപ്പം ഇനിയും വെള്ളം പൊങ്ങിയാൽ ജീവിതം ദുസ്സഹമായിട്ട് മാറും. കാരണം വെള്ളത്തിൽ 18 പോലെ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അതായത് 2018 സൂചന, 2018 ഞങ്ങൾ കഴുത്തറ്റം വെള്ളം തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീലെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇപ്പം സമാനമായ ഒരു സാഹചര്യം വരുന്നുണ്ട്. 2018 ഭയങ്കര പ്രളയമായിരുന്നെങ്കിൽ ഇപ്പം അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ മങ്കമ്പിലി വെള്ളം തൻ്റെ കാറ് തന്നെ നിന്നുപോയ അവസ്ഥയാണ്. ഒരു ദൃശ്യം നമുക്ക് കാണാം അരുൺകുമാർ. അതായത് ചില ആളുകൾ ഈ വെള്ളത്തിന്റെ ക്രമാതീതം ഉയരുന്നതിന്റെ കണക്കറിയാൻ മേലാതെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇത്തരം വാഹനങ്ങൾ, അതായത് പൊക്കക്കുറവുള്ള ചെറിയ 4 ചക്ര വാഹനങ്ങൾ, കാറുകൾ ഇങ്ങനെ ഓഫായി പോകുന്നു. ഓഫായി പോയാൽ പിന്നെ തള്ളി നീക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ഇരുചക്ര വാഹനങ്ങൾ പോലും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. കാറും തോണി ഒരേ ഒരു ഫ്രെയിമിൽ വരുന്ന കാഴ്ച നോക്കൂ. എന്റെ പൊന്ന് മാരുതി ചേട്ടാ, വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതൊക്കെ സാധാരണ റോഡിൽ തന്നെ വെള്ളം ഇത്തിരി ഉണ്ടെങ്കിൽ തന്നെ കുടുങ്ങി പോകുന്ന വണ്ടികളാണ്. ഇതാ വേറൊരു ചേട്ടൻ ബൈക്കുമായിട്ട് പോകുന്നു. അത് ഏതോ ഒരു സ്പ്ലെൻഡർ ബൈക്കോ മറ്റോ ആണ്. ചേട്ടൻ എന്തായാലും കരകവിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ മറ്റേ ചേട്ടൻ എടുത്ത് നോക്കിയതാണ്. വെള്ളത്തിന്റെ ആഴം ചേട്ടനെ കൊണ്ട് മനസ്സിലായില്ല. തോണി ഇറക്കുന്ന ഇതേ ഇപ്പൊ നിൽക്കുന്നത് കാവാലം പുളിങ്കുന്ന് റോഡിലാണല്ലേ ഈ തോണി ഇറങ്ങിയിരിക്കുന്നത്. അവിടെയാണ് അയ്യോ, ആ ചേച്ചി
ആ ഇറങ്ങി, വീണില്ല, രക്ഷപ്പെട്ടു. ആ ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അവിടെ ഇവർക്ക് ഇത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഈ പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അളവറിയാതെ ഈ വണ്ടി എടുത്തിട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുകക്കുഴലിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് എഞ്ചിൻ ഓഫായി പോവില്ലേ. മനീഷ് ഉണ്ട്. മനീഷ്, എന്താ പറ്റിയത്? വണ്ടി കേടായി പോയത്? ചേട്ടാ, ഇത് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുമായിരുന്നോ? ഭയങ്കര പാടാ പോക്കൊക്കെ. പിന്നെ എന്ത് പറ്റി വെള്ളത്തിൽ ഇറക്കാൻ? വെള്ളത്തിൽ ഇറങ്ങാൻ നമ്മളിപ്പോ ജോലിക്ക് പോകണ്ടേ, എന്റെ ഒരു ഇത് വേണ്ടി ഓഫായി പോകുമെന്ന് വിചാരിച്ചായിരുന്നു? ഇല്ല ഓഫായി പോകുന്നത് നമ്മൾ ഇതിന് മുന്നേ നേരത്തെ ഓടിച്ച് പോയിക്കൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ അതിപ്പം എതിരെ ഒരു ബൈക്ക് വന്നപ്പോൾ നമ്മള് അവരുടെ ദേഹത്ത് വെള്ളം വീഴാതിരിക്കാതെ പയ്യെ ഓടിച്ചതാ. അത് ഭയങ്കര വിഷയം. പാലത്തിന് മേൽ കൊണ്ടിടാനല്ലേ? കൊണ്ടിടുക, അതേ ഉള്ളു മാർഗം. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. ഈ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ മുകളിൽ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ ഓഫാകുന്നത് അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് പോയി ഇടുന്ന വാഹനങ്ങളുണ്ട്. ഒപ്പം തന്നെ വീടുകളിൽ ഇട്ടാൽ വെള്ളം കയറുമോ എന്ന് ഭയന്ന് ഇന്നലെ രാത്രി തന്നെ ഈ പാലത്തിന്റെ മുകളിൽ വാഹനം കൊണ്ടിട്ട ആളുകളുണ്ട്. ഇന്ന് രാത്രി ഇനിയിപ്പോൾ വെള്ളം കയറിയാൽ നമുക്ക് ഈ പാലം മുഴുവൻ വാഹനങ്ങളായിരിക്കും. അതായത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലെ, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ പ്രദേശങ്ങളിലെ ആളുകൾ അവരുടെ ആദ്യം മാറ്റുക അവരുടെ വാഹനമായിരിക്കും. വാഹനങ്ങൾ ആലപ്പുഴ നഗരത്തിൽ വെള്ളം കയറാത്ത പല ഇടങ്ങളിലേക്ക് മാറ്റും. എന്താണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഇന്ന് ജോലിക്കും മറ്റുമായി പോകുന്ന സമയമാണ്. പക്ഷേ പല റോഡിലും, ഈ ഗ്രാമീണ റോഡുകളിലടക്കം പലയിടത്തും ഗതാഗതത്തിന് പ്രശ്നമാകുന്ന വണ്ണം ഇങ്ങനെ വെള്ളം നിറയുന്ന രീതിയാണ്. ഇനി ഇത് ലോവർ കുട്ടനാടിന്റെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം അടുത്ത മണിക്കൂറുകൾ ഇരച്ചെത്തുമോ എന്ന ചോദ്യമുണ്ട്. തണ്ണീർമുക്കം ബണ്ടിൽ 90 ഷട്ടറുകളും തോട്ടപ്പള്ളി സ്പിൽവേയിൽ 39 ഷട്ടറുകളും ഒപ്പം തന്നെ അന്ധകാരനഴിയിൽ ആ മണൽ നീക്കം ചെയ്ത് കുറച്ചുകൂടി വീതിയിൽ ജലം ഒഴുക്കിവിടുന്നുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പഠിക്കാൻ പോവാണോ? ജോലിക്ക് പോവാ? ഇപ്പൊ വെള്ളം ഇറങ്ങി മാറും. അങ്ങനെ സാധാരണ ഒരു മഴക്കാലത്തുണ്ടാകുന്ന കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ ഇത് ദുസ്സഹമാകും. വീടുകളിലേക്കടക്കം വെള്ളം കയറും. ഇപ്പോഴത്തെ ഇത് കാവാലം പുളിങ്കുന്ന് പോകുന്ന റോഡാണ്. അങ്ങോട്ടേക്ക്, അതായത് കാവാലം പുളിങ്കുന്ന് റോഡിലേക്ക് വെള്ളം കൂടുതൽ എത്തുന്നു എന്നാണ് നമുക്ക് നിലവിൽ അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതുപോലുള്ള ഇപ്പോൾ ഒരു വാഹനമായി കടന്നുപോയി. ഒരു കാരണവശാലും അങ്ങനെ പോരുന്നില്ല. അങ്ങനെ പോയാൽ ആ നോസിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ കുഴപ്പമാവും. അവിടെ തോണി ഇട്ടിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ഒന്ന് കടത്ത് വിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തോണിയും കൂടി ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ പമ്പയിൽ വെള്ളം പൊങ്ങിയാലേ മൂഴിയാറിൻ്റെ ഡാം തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഈ വണ്ടിയൊക്കെ കടന്നു പോയാൽ മതിയായിരുന്നു. അതായത് 3 ആറുകൾ വഴിയാണ് പമ്പ, മണിമല, അച്ചൻകോവിൽ. പമ്പ, മണിമല, അച്ചൻകോവിൽ. ഞാൻ തിരിച്ചു വരാം.